നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ആർത്തുപെയ്ത് കാലവർഷം. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ഭാരതപ്പുഴയിൽ കുത്തൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പട്ടാമ്പി പാലം താൽക്കാലികമായി അടച്ചു. തിമിർത്തു പെയ്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. വെള്ളം കയറിയ പ്രദേശങ്ങളിലെ താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തെ വിവിധ വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയിൽ ഷൊർണൂർ കൊച്ചി പഴയ പാലത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. വടക്കാഞ്ചേരി അകമലയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. നിലമ്പതി പാലം മുങ്ങിയതിനെ തുടർന്ന് മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളെ നിരോധിച്ചു. ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിൽ മോഷണം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പ്രധാന ഫയലുകൾ മോഷണം പോയതായി പരാതി. മോഷണ വിവരം അറിയുന്നത് ചൊവ്വാഴ്ച രാവിലെയോടെ. ഓഫീസിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെ അവഗണിച്ച് ഫയലുകൾ മോഷ്ടിച്ചത് സംശയാസ്പദം. ഷൊർണൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പുരോഗതിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി OR കേളു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ പദ്ധതികൾ ഭൂരിഭാഗവും വ്യക്തിഗതമാണെന്നും അവ കൃത്യസമയത്ത് ആവശ്യക്കാരിൽ എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് നടന്നു. കനത്ത മഴയിൽ പോളിംഗ് കുറഞ്ഞു. വോട്ടെടുപ്പ് നടന്നത് മങ്കര പോലീസിന്റെ കനത്ത സുരക്ഷയിൽ. വോട്ടെണ്ണൽ ബുധനാഴ്ച. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. ഒറ്റപ്പാലം കണ്ണേമ്പുറത്ത് 40ഓളം കുടുംബങ്ങൾ വെള്ളത്തിലകപ്പെട്ടു. കണ്ണേമ്പുറം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന് കീഴിലുള്ള വീടുകളിലാണ് വെള്ളം കയറിയത്. പ്രദേശത്തെ ഫ്ളാറ്റിൽ കുടുങ്ങിക്കിടന്നിരുന്ന വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ പ്രദേശവാസികളും നഗരസഭ ആരോഗ്യ വിഭാഗവും ചേർന്ന് രക്ഷപ്പെടുത്തി. ഫ്ളാറ്റിനുള്ളിലുണ്ടായിരുന്ന ഗർഭിണിയെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിച്ചു. ഒറ്റപ്പാലം ജാസ് തിയേറ്ററിന് സമീപത്തെ ശാന്തിനഗറിൽ 55ഓളം കുടുംബങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിലായി. മണിക്കൂറുകളോളം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷിക്കാനായത്. രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ഫയർഫോഴ്സ് സംഘവും ദീർഘനേരം കുടുങ്ങിക്കിടന്നു. ഇവരെ കയറുപയോഗിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. കാഞ്ഞിരക്കടവ് തോട് കവിഞ്ഞ് ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിലുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാഞ്ഞിരക്കടവ് മസ്ജിദിലും വെള്ളം കയറി. പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിലാണ്. മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം മാന്നന്നൂരും ഷൊർണൂരിലും ഇടയിൽ റെയിൽവേ ട്രാക്കിനും സമീപം 2 സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞു. ഷൊർണൂർ പാലക്കാട് റൂട്ടിലാണ് മണ്ണിടിഞ്ഞത്. ഇതുമൂലം ട്രെയിനുകൾ വേഗത കുറച്ചാണ് ഇതുവഴി പോകുന്നത്. മണൽ നിറച്ച ചാക്കുകൾ കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി തുടങ്ങി. പാലക്കാട് കുളപ്പള്ളി പാതയിൽ കൂനത്തറയിൽ റോഡിലേക്ക് വെള്ളം കയറി. വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് വെള്ളം കയറി കേടുപാടുകൾ സംഭവിച്ചു. മാന്നന്നൂർ ഉരുക്കുതടയണയ്ക്ക് സമീപം ഭാരതപ്പുഴ ഗതിമാറി പാടത്തിലേക്ക് ഒഴുകി. മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപവും വെള്ളമെത്തി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപം പുതിയതായി നിർമ്മിച്ച പാർക്കിംഗ് തകർന്നു വീണു. ട്രാക്കിലേക്കാണ് തകർന്നു വീണത്. നിരവധി ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വീടുകളിൽ വെള്ളം കയറിയവരെ ഒറ്റപ്പാലം NSS ട്രെയിനിംഗ് കോളേജിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. ക്യാമ്പിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കനത്ത മഴയിൽ ഷൊർണൂർ കൊച്ചിൻ പഴയ പാലത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. വർഷങ്ങളായി പാലത്തിന്റെ വിവിധ ഭാഗങ്ങൾ തകർച്ചയിലായിരുന്നു. അതിനിടെയാണ് ഒരു ഭാഗം ഒലിച്ചുപോയത്. ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിൽ മോഷണം. ഓഫീസിലെ അലമാരകളിൽ സൂക്ഷിച്ച പ്രധാനപ്പെട്ട ഫയലുകൾ മോഷണം പോയിട്ടുള്ളതായി പരാതി. ചൊവ്വാഴ്ച രാവിലെ കൃഷി അസിസ്റ്റന്റ് ബാലകൃഷ്ണൻ കൃഷിഭവനിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ഷൊർണൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കൃഷിഭവന് മുൻവശത്തെ ഗേറ്റും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച വാതിലും തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു. ബാലകൃഷ്ണൻ ഓഫീസിനുള്ളിൽ കയറിയപ്പോഴാണ് എല്ലാ വാതിലുകളും അലമാരകളും തുറന്നു കിടക്കുന്നത് കണ്ടത്. അലമാരകളിലെ ഫയലുകൾ പുറത്തേക്ക് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. അലമാരകൾ ഏകദേശം കാണാത്ത പോലെയാണ് തോന്നുന്നത്. പിന്നെ അതുമാത്രമല്ല ഇവിടെ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. ഫുൾ ഓഫീസിലെ എല്ലാ രേഖകളും എല്ലാം ഉണ്ട്. 2 കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ഒരു ക്യാമറ ഉണ്ട്. പക്ഷെ ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വളരെ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്കും അറിയില്ല. എന്നാലും കുറച്ച് ഫയലുകൾ കാണാതെ പോയിട്ടുണ്ട്. ഉടൻ തന്നെ ബാലകൃഷ്ണൻ കൃഷി ഓഫീസർ സി സിന്ധുവിനെയും ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കുകയായിരുന്നു.
ഓഫീസിന്റെ മുൻഭാഗത്തെ ഗേറ്റിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച നിലയിലുമായിരുന്നു. വിലപിടിപ്പുള്ള ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളും ക്യാമറയും ഓഫീസിലുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും മോഷ്ടിക്കാതെ ഫയലുകൾ മോഷ്ടിച്ചത് എന്തിനായിരിക്കുമെന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. സംശയാസ്പദമായ നിലയിൽ മുൻഭാഗത്തെ ഇരുമ്പുവാതിലിനോട് ചേർന്ന് ചുമരിൽ ചാരിവെച്ച നിലയിൽ ഒരു പിക്കാസും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഷൊർണൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. കനത്ത മഴയിൽ പാലക്കാട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മംഗലം ഡാമിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ ഗതാഗതം സ്തംഭിച്ചു. മഴ ശക്തമായ സാഹചര്യത്തിൽ മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളെ നിരോധിച്ചിട്ടുണ്ട്. റോഡിലെ വെള്ളക്കെട്ടും കുഴികളും മൂലം മലമ്പുഴ ഭാഗത്തെ കവ, അകമലവാരം, എലിവാൽ പ്രദേശത്തിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. കടുക്കാംകുന്നം ചപ്പാത്ത് കരകവിഞ്ഞതോടെ മലമ്പുഴയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ കടുക്കാംകുന്നം മുക്കേപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നിലമ്പതി പാലം മുങ്ങി. മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളെ നിരോധിച്ചതായി മലമ്പുഴ CI സുജിത്ത് അറിയിച്ചു. ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശകർക്കുള്ള വിലക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ആ ഭാഗത്ത് തെക്കേ മലമ്പുഴ, അതുപോലെ തന്നെ ആനക്കല്ല്, കവ ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളത്തിൻ്റെ ഉയർച്ച കൂടി വരികയാണ്. അതിനൊപ്പം തന്നെ ഈ മുക്കൈ പാലത്തിൻ്റെ ഭാഗത്ത് ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് കൂടിയുള്ള വാഹനങ്ങളെ ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മംഗലം ഡാമിലെ ഉരുൾപൊട്ടലിൽ ആളപായമില്ലെങ്കിലും കനത്ത നാശനഷ്ടമുണ്ടായി. വടവന്നൂർ ആലമ്പള്ളം ചപ്പാത്ത് കരകവിഞ്ഞതോടെ 15 വീടുകളിലെ 50ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ എല്ലാ ചാപ്പാത്തും നിലമ്പതികളും കരകവിഞ്ഞു. മിക്കയിടങ്ങളിലും റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ പോലീസ് ബാരിക്കേഡ് വെച്ച് ഗതാഗതം നിരോധിച്ചു. മിക്കയിടത്തും ബസ് സർവീസ് ഉൾപ്പെടെ ഗതാഗതം നിർത്തിവെക്കുകയും താൽക്കാലികമായി നിരോധിക്കുകയും ചെയ്തു. കൊല്ലങ്കോട്, പാലക്കാട്, നെന്മാറ, പല്ലാവൂർ, കുനിശ്ശേരി, പല്ലശ്ശന, കുനിശ്ശേരി തുടങ്ങിയ ദേശങ്ങളിലേക്കുള്ള റോഡുകൾ വെള്ളത്തിൽ മുങ്ങി. വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡിന് സമീപത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത കാറ്റിൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾക്കും വൈദ്യുതി ഉപകരണങ്ങൾക്കും തകരാർ സംഭവിച്ചത് മിക്കയിടങ്ങളിലും KCB ബന്ധം ഇല്ലാതായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പോളിംഗ് സമാധാനപരം. മങ്കര പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബുധനാഴ്ചയാണ് വോട്ടെണ്ണൽ. കനത്ത മഴ മൂലം രാവിലെ വോട്ടർമാർ മന്ദഗതിയിലാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് വോട്ടർമാർ കൂടുതലായി എത്തിയത്. മങ്കര പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. മാങ്കുറിശി AUP സ്കൂളിലാണ് പോളിംഗ് നടന്നത്. രാവിലെ തന്നെ 3 സ്ഥാനാർത്ഥികളും പോളിംഗ് ബൂത്തിലെത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥിയായി ശ്രീജയും UDF സ്ഥാനാർത്ഥിയായി അനിശ്രീയും NDF സ്ഥാനാർത്ഥിയായി ഉഷയുമാണ് മത്സരിക്കുന്നത്. ബുധനാഴ്ചയാണ് വോട്ടെണ്ണൽ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശക്തമായ മഴയിൽ തോട് കുത്തിയൊഴുകി മങ്കര കല്ലൂർ പെരുമഞ്ചിറ പാലം തകർന്നു. പാലം തകർച്ചയിലായതോടെ മങ്കര കല്ലൂർ റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. മങ്കര ചവിച്ചിലത്തോട് കരകവിഞ്ഞൊഴുകി ചന്ദനപ്പുറത്തെ 2 വീടുകൾ വെള്ളത്തിൽ മുങ്ങി. സമീപത്തുള്ള നെൽപ്പാടങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ഒരു വർഷം മുൻപ് കാലവർഷക്കെടുതിയിൽ പാലം തകർന്നിരുന്നു. തുടർന്ന് പഞ്ചായത്ത് താൽക്കാലികമായി പ്രവൃത്തികൾ നടത്തി ഗതാഗതം സുഗമമാക്കി. സമീപത്തെ പെരുമഞ്ചിറ ക്ഷേത്രത്തിന് മുന്നിലും വെള്ളമുയർന്നു. പാലം തകർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതവും മുടങ്ങി. സ്കൂൾ ബസ്സടക്കം പോകുന്ന റോഡാണിത്. മങ്കര, കേരളശ്ശേരി, കോങ്ങാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. സംഭവസ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് സന്ദർശിച്ചു. 3-3.5 വർഷം മുമ്പ് തന്നെ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ പാലത്തിന് തകരാറുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മൈനർ ഇറിഗേഷന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് പ്രപ്പോസൽ പോയതാണ്. പക്ഷേ നാളിതുവരെയും യാതൊരുവിധ നടപടിയും ഉണ്ടാവാത്തതിന്റെ ഒരു ഫലം ഇവിടെ അനുഭവിക്കുകയാണ്. കാരണം ഇത് 45-50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാൽ മാത്രമാണ് ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കാനായിട്ട് കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ ഈ പാലം തകർന്നിരിക്കുകയാണ്. 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിന്റെ തകർച്ച തീർച്ചയായിട്ടും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. ഇനി പിരിഞ്ഞു പോകണമെങ്കിൽ പത്തിരിപ്പാല വഴി പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി ദുരന്ത നിവാരണ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ചെയ്യുന്നതിന് വേണ്ട ഒരു നടപടി കലക്ടറുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് വേണ്ട നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നതായിരിക്കും. കൂടാതെ ശക്തമായ മഴയിൽ മങ്കര ചവിറ്റിലത്തോട് കരകവിഞ്ഞൊഴുകി പാണ്ടന്തറ സ്വദേശികളായ അർഷാദ്, വിപിൻദാസ് എന്നിവരുടെ വീടാണ് വെള്ളത്തിൽ മുങ്ങിയത്. വിപിൻദാസിന്റെ 4 കുടുംബവും അർഷാദിന്റെ 5 കുടുംബവുമാണ് ദുരിതത്തിലായത്. സമീപത്തെ തോടുകൾ കരകവിഞ്ഞതിനെ തുടർന്നാണ് വീടിന് സമീപത്തെ നെൽപ്പാടങ്ങളും വെള്ളത്തിൽ മുങ്ങി. വഴിയിൽ മൊത്തം വെള്ളം കയറിയിട്ട് ആകെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ. 2 വീട്ടുകാർക്ക് എന്നും ഒരു വീട്ടില് സ്ഥിരം വെള്ളം കയറും തന്നെയാണ്. എന്താ പ്രശ്നം? അതായത് ഇപ്പൊ ഇവിടെ മണ്ണൂർ പഞ്ചായത്ത് ഇപ്പൊ തോടൊക്കെ വൃത്തിയാക്കി.
അതിന് മംഗലം പഞ്ചായത്തിന്റെ ആ ഭാഗത്ത് വൃത്തിയാക്കിയാലാണ് കുറച്ചും കൂടെ ഒരു ഞങ്ങൾക്ക് പരിഹാരമാവുള്ളൂ. അപ്പം നടക്കാനെന്ന് പറഞ്ഞാൽ വരമ്പ് മാത്രമേ ഉള്ളൂ, വഴി ശരിയായിട്ടില്ല ഇതുവരെ. ഇപ്പോൾ വഴിയും കൂടെ ഒന്ന് പഞ്ചായത്തുകാർ ഒന്ന് ഇടപെട്ടിട്ടൊന്ന് വഴിയും കൂടെ ഒന്ന് ശരിയാക്കി തന്നു പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ട്, നടക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നടക്കാനും കൂടെ വെള്ളം അധികം വരാൻ പറ്റില്ല. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പട്ടാമ്പി മേഖലയിൽ തിമിർത്ത് പെയ്ത് കാലവർഷം. ഭാരതപ്പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് പട്ടാമ്പി പാലം താൽക്കാലികമായി അടച്ചു. വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ഭാരതപ്പുഴയിലെ ശക്തമായ കുത്തൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്നാണ് പട്ടാമ്പി പാലം അടച്ചത്. റവന്യൂ വകുപ്പ് തഹസീൽദാർ ബിന്ദു, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് പാലമടയ്ക്കാനുള്ള നടപടി സ്വീകരിച്ചത്. പുഴ കരകവിഞ്ഞ് റോഡിൽ വെള്ളം കയറി പട്ടാമ്പി കീഴായൂർ നമ്പ്രം പ്രദേശം ഒറ്റപ്പെട്ടു. വെള്ളം കയറിയതിനെ തുടർന്ന് ഗ്രീൻ പാർക്ക് നമ്പ്രം മേഖലകളിലെ ജനങ്ങളെ പട്ടാമ്പി സർക്കാർ ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനുള്ള പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നമ്മളൊരു ക്യാമ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അത് തുറന്ന് പ്രവർത്തിച്ച് എല്ലാ സഹായങ്ങളും ജനങ്ങൾക്ക് നൽകുന്നതാണ്. വാടാനംകുരിശ് മേഖലയിൽ റോഡുകളിലും വയലുകളിലും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മണ്ഡലത്തിൽ കാലവർഷക്കെടുതി തുടരുന്നു. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി വൻ നാശനഷ്ടം. വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര സാഹചര്യമുണ്ടായാൽ MLA ഓഫീസുമായി ബന്ധപ്പെടണമെന്നും P മമ്മിക്കുട്ടി MLA അറിയിച്ചു. കനത്ത മഴയിൽ ആറാണിയിലെ വിവിധ ഭാഗത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറി. ആറാണി ഐക്കോൺസ് റോഡിലൂടെയുള്ള ഗതാഗതവും സ്തംഭിച്ചു. ആറാണി സ്വദേശിനി ശോഭയുടെ ഉടമസ്ഥതയിലുള്ള അമൃത സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചു. ശോഭയുടെ ഏക ഉപജീവന മാർഗവുമാണ് ഈ കട. സ്വകാര്യ വ്യക്തിയുടെ കിണർ നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളമാണ് ശോഭയുടെ കടയിലേക്ക് എത്തുന്നത്. അരി ഉൾപ്പെടെ നിരവധി സാധനങ്ങളിലാണ് വെള്ളം കയറിയത്. കടയിലെ ഇലക്ട്രിക് ഉപകരണങ്ങളായ ഫ്രിഡ്ജ്, ഫ്രീസർ തുടങ്ങിയ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കടയുടെയും വീടിന്റെയും ഉൾപ്പെടെ പല രേഖകളും വെള്ളത്തിൽ ഒലിച്ചുപോയി. സമീപ പ്രദേശത്തുള്ളവർ ചേർന്നാണ് ഇവരുടെ കടയിലെ സാധനങ്ങൾ മാറ്റാൻ സഹായിച്ചത്. കൂടാതെ കണയം പ്രദേശത്തെ പല വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചില പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു. കൂടാതെ കണയം സെന്റർ, റെയിലിനപ്പുറമുള്ള പാടം, തോട് തുടങ്ങിയവ നിറഞ്ഞൊഴുകുകയാണ്. ഇതിനോട് ചേർന്നുള്ള പള്ളിയിൽ കാൽഭാഗത്തോളം വെള്ളമുയർന്നു. കല്ലുരുട്ടിയിൽ നിന്നും വല്ലപ്പുഴയിലേക്ക് പോകുന്ന വഴിയിൽ പാടങ്ങൾ വരുന്ന ഭാഗം മുഴുവനായും വെള്ളം നിറഞ്ഞു മുങ്ങി. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാലുണ്ട്, അത് വളരെ ഭീഷണിയിലാണ്. ഇവിടെയുള്ളവർക്കെല്ലാം റേഷൻ വാങ്ങണമെങ്കിലും എന്ത് കാര്യത്തിനും അക്കരയ്ക്ക് കടത്തേണ്ട ഇതാണ്. അതിനാൽ ആ പാലം വളരെ ദുരിതത്തിലാണ് കിടക്കുന്നത്. അത് ഈ വെള്ളത്തിൽ പൊട്ടി വീഴാനും സാധ്യതയുണ്ട്. വളരെ ബലക്ഷയമായിട്ടായിരിക്കും. പ്രദേശവാസികളായ മുസ്തഫ, ബഷീർ, മൊയ്തു, പാപ്പനു, കുഞ്ഞാടി, ഉണ്ണികൃഷ്ണൻ നായർ, ചന്ദ്രിക, സുരേഷ് ബാബു, കൃഷ്ണദാസ് കണയം തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഈ കർക്കിടക മാസത്തില് പെട്ടെന്നുണ്ടായ ഒരു വെള്ളപ്പാച്ചിൽ നമ്മുടെ കണയം പ്രദേശത്ത് വളരെ ദുരിതത്തിലാണ്. ഇപ്പോൾ നിരവധി കുടുംബങ്ങൾ വീടുകൾ മാറി താമസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് പെട്ടെന്ന് കാലത്ത് എണീറ്റ് നീട്ടപ്പോഴേക്കും വെള്ളം വീടുകളിലൊക്കെ കയറി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല കുടുംബങ്ങൾ ഈ കണയം കാവ് പരിസരത്ത് അപ്പലത്ത് ഗോപിയേട്ടൻ്റെ വീട്ടിൽ, അതുപോലെ തന്നെ പാലുതൊടി ജഗന്നാഥരേട്ടൻ്റെ വീട്, അങ്ങനെ നിരവധി വീടുകളിൽ ഇതുപോലെ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ വീടുകളിലുള്ള ആളുകളെ തൊട്ടമേലെയുള്ള വീടുകളിലേക്ക് ഈ പ്രദേശത്തുള്ള ആളുകളുടെ സഹായ സഹകരണത്തോടു കൂടി ഈ വീട്ടിലുള്ള സാമഗ്രികളും വീട്ടിലെ ഉപകരണങ്ങളും അന്നന്ന് കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ ഉൾപ്പെടെ മറ്റുള്ള വീടുകളിലേക്ക് മാറ്റി ഈ വീട്ടിലത്തെ ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ നഗരസഭയിലെ പരുത്തിപ്ര 28-ാം വാർഡ് മുല്ലക്കൽ കോളനിയിലും വെള്ളം കയറി. 2018-ലാണ് ഇതിനു മുമ്പ് സമാന രീതിയിൽ വെള്ളം കയറിയത്. കോളനിയിലുള്ള 5 വീടുകളിൽ വെള്ളം കയറി. റെയിൽവേയുടെ ഇലക്ട്രിഫിക്കേഷന്റെ ഭാഗമായി മുറിച്ചിട്ട മരങ്ങൾ മാറ്റാത്തതിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകേണ്ട കമാനങ്ങളുടെ കവാടം അടഞ്ഞുകിടക്കുന്നതാണ് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾ പരുത്തിപ്ര മുല്ലക്കൽ കോളനി നിവാസികൾ ഇപ്പോൾ ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട ഒരു ചുരുത്തിൽ അകപ്പെട്ട രീതിയിലാണ്. കാരണം റെയിൽവേയുടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ മുല്ലക്കൽ കോളനിയുടെ തൊട്ടപ്പുറത്തെ റെയിൽപ്പാളാണ്. ഈ റെയിൽപ്പാളം വൈദ്യുതി നവീകരണത്തിൻ്റെ ഭാഗമായി റെയിൽവേയുടെ സൈഡിലുള്ള മരങ്ങൾ കംപ്ലീറ്റ് വെട്ടി മാറ്റി.
ഇത് വെട്ടി മാറ്റുന്ന സമയത്ത് ഞങ്ങൾ നിരവധി തവണ റെയിൽവേ അധികാരികളോട് പറഞ്ഞതാണ്, ഈ 2 കമാനങ്ങൾ മാത്രമാണ് ഈ പ്രദേശത്ത് നിന്ന് വെള്ളം പോകാനുള്ള ഏക മാർഗം. ഇത് രണ്ടും ഈ റെയിൽവേയുടെ തടികൾ അവിടെ ഇട്ട് നിറച്ചത് കൊണ്ട് വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് വളരെ മുൻകൂട്ടി റെയിൽവേയോട് പറഞ്ഞിട്ടും റെയിൽവേ അത് ഒരു തരത്തിലും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. പ്രദേശത്തെ വി കെ രാജഗോപാലന്റെ കോഴി ഫാമും 1/2 ഏക്കറോളം വരുന്ന പച്ചക്കറി കൃഷിയും തെങ്ങിൻ തൈകളും വെള്ളത്തിനടിയിലായി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ശക്തമായ മഴയിൽ പേരൂരിൽ വീട് തകർന്നു. പേരൂർ നടക്കാവിൽ കുമാരനും കുടുംബവും താമസിക്കുന്ന വീടാണ് ചുമരടിഞ്ഞ് വാസയോഗ്യമല്ലാതെയായത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടിയാണ് 6 അംഗ കുടുംബം താമസിക്കുന്ന വീടിന്റെ ചുമരിടിഞ്ഞു വീണത്. വീട് പൂർണ്ണമായും നിലംപൊത്താറായ അവസ്ഥയിലുമാണ്. വൈദ്യുതി അപകടത്തിൽ നിന്നും നാടിന്റെ തന്നെ രക്ഷകനായി മാറിയ 3ാം ക്ലാസ് വിദ്യാർത്ഥി ഋദ്ദിഖ് താമസിക്കുന്ന വീടും കൂടിയാണിത്. ഋദ്ദിഖിനെ അഭിനന്ദിക്കാനായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ഋദ്ദിഖ് മന്ത്രിയോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. അന്തിയുറങ്ങാൻ ഇടമില്ലാതെ വേദനിക്കുകയാണ് 6 അംഗ കുടുംബം. 78 ഈ മൺകപ്പയാണ്. അതിൽ 78 ഇപ്പോൾ നോക്കുമ്പോൾ അതിൽ പിടിച്ചതായിട്ട് നോക്കുമ്പോൾ ഒരു വീടൊന്നും ഇതുവരെ പാസ്സായിട്ടില്ല. 2 മണിക്ക് നീച്ച് നോക്കുമ്പോൾ ഇപ്പം ഒരു സൗണ്ട് കിട്ടി. പിന്നെ ഒരു 4 മണിക്ക് നീച്ചപ്പോൾ പിന്നെയും സൗണ്ട് കിട്ടി. അപ്പം ഞാനും ഭാര്യയും അത് നോക്കുമ്പോഴാണ് സുമനസ്സുകളുടെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാവണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശക്തമായ മഴയിൽ ഷൊർണൂർ കാരക്കാട് മേഖലയിൽ വ്യാപക കൃഷിനാശം. മഴക്കെടുതിയിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിമാർക്ക് പാടശേഖര സമിതി ഭാരവാഹികൾ നിവേദനം നൽകി. മഴ ശക്തമായതിനെ തുടർന്ന് കാരക്കാട് തോട് കരകവിഞ്ഞ് തോടും പാടവും ഒന്നായി. വിരിപ്പ് നെൽകൃഷി ചെയ്ത കാരക്കാട് കവളപ്പാറ പാടശേഖരങ്ങളിൽ നട്ട ഞാർ മുഴുവൻ വരമ്പുകൾ പൊളിഞ്ഞ് വെള്ളം കയറി ഒലിച്ചുപോയി. 2018 മഹാപ്രളയത്തിനെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള മഴയാണ് ലഭിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. പ്രദേശത്തെ 50 ഏക്കറോളം നെൽപ്പാടമാണ് വെള്ളം കയറി നശിച്ചത്. കാരക്കാട്ട് തോട്ടുവരമ്പ് വ്യാപകമായി പൊട്ടുകയും പാടവരമ്പുകൾ പൊളിയുകയും ചെയ്തിരിക്കുന്നത് മൂലം കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. കൃഷി നശിച്ച കർഷകർക്ക് അടിയന്തര സഹായം അനുവദിക്കണമെന്ന് റവന്യൂ കൃഷി വകുപ്പ് മന്ത്രിമാർക്ക് കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി ബിജു തുടങ്ങിയവർ നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. കനത്ത മഴയിൽ ചെറുതുരുത്തി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് വടക്കാഞ്ചേരി അകമലയിലെ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് പല തീവണ്ടികളും വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടു. ഇതേ തുടർന്ന് യാത്രക്കാർ പ്രതിസന്ധിയിലായി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പയങ്കുളം റോഡ് 1-ാം മൈലിന് സമീപം ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം കയറുകയും സമീപത്തുള്ള ഇറിഗേഷന്റെ കനാലിൽ നിന്നുള്ള വെള്ളം വന്നതിനെ തുടർന്ന് സമീപത്ത് താമസിക്കുന്ന പ്രദേശവാസികളുടെ വീടുകളിലേക്ക് വെള്ളം കയറിയതിനാൽ ഈ വീട്ടുകാരെ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പയങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം റോഡിലേക്ക് വെള്ളം കയറിയതിനാൽ ഗതാഗതവും തടസ്സപ്പെട്ടു. വാഹനയാത്രക്കാരെ വെട്ടിക്കാട്ടിരി അത്തിക്കപ്പറമ്പ് വഴിയാണ് ഷൊർണൂരിലേക്കും ചേലക്കരയിലേക്കും തിരിച്ചുവിട്ടത്. 1-ാം മൈലിന് സമീപം താമസിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർ അബ്ദുൾ റഹ്മാന്റെ വീടിന് സമീപമുള്ള വലിയ മതിൽ പാടത്തേക്ക് ഇടിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മുള്ളൂർക്കര ടൗണിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ള കടകളിലേക്കും വെള്ളം എത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള സർക്കാർ LP സ്കൂളിലാണ് ചൊവ്വാഴ്ച 11-ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത്. ദേശമംഗലം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പാൽ സൊസൈറ്റിയിലും വെള്ളം കയറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനം ഉറപ്പുവരുത്തിയാൽ മാത്രമേ സമൂഹ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു 2021-22 വർഷത്തിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോങ്ങാട് നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ മാറ്റി നിർത്തി ഒരു വികസനവും സാധ്യമല്ല. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ പുരോഗതിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുണ്ട്. വിദ്യാഭ്യാസ പുരോഗതിക്കാണ് വകുപ്പ് കൂടുതൽ പരിഗണന നൽകുന്നത്. സിവിൽ സർവീസസ് ഉൾപ്പെടെ ഏത് ഉന്നത പഠനത്തിനുമുള്ള സൗകര്യം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അവ പ്രയോജനപ്പെടുത്താനാകണം. വിദ്യാഭ്യാസവും അതിലൂടെ ജോലിയും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അതാണ് നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു നിശ്ചയദാർഢ്യം വേണം. ശക്തമായിട്ടുള്ള ജനപ്രതിനിധികളും അതിന് പിന്തുണ കൊടുക്കുന്ന ജനങ്ങളും ഒപ്പമുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും.
സങ്കീർണമായിട്ടുള്ള വിഷയമാണ് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ്. എല്ലാവരും ഈ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനത് പോയി പരിശോധിച്ചു. ആകെ 10 വർഷം കൊണ്ട് എത്ര വലിയ പുരോഗതിയിലാണ് മെഡിക്കൽ കോളേജ് വന്നിട്ടുള്ളത്. അതിവേഗത്തിൽ ഓരോ മെഡിക്കൽ കോളേജ് ആവണം എങ്കിൽ 30 വർഷം 50 വർഷമൊക്കെ എടുക്കുമ്പോഴാണ് ഒരു മെഡിക്കൽ കോളേജ് ആവുന്നത്. പക്ഷേ ഇത് കേവലം ഒരു 10 വർഷം കൊണ്ട് ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ അതിനെ അതേ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു പുരോഗതി മനസ്സിലാവാത്ത, ഗൗരവം മനസ്സിലാക്കാത്തത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA അധ്യക്ഷയായി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ, പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ സഫ്ദാർ ഷെരീഫ്, EA ബിന്ദു, മോഹൻരാജ്, PC രാജ്, ചെമ്പകവല്ലി, PS മിനേഷ്, VR മാലിനി, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KS ശ്രീജ, പ്രൊജക്ട് മാനേജർ KK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു. പല പ്രദേശങ്ങളിലും വെള്ളത്തിൽ മുങ്ങി. മേഖലയിൽ വീടുകൾക്ക് മുകളിൽ മരം കടപുഴകി വീണ് വ്യാപക നാശനഷ്ടം. മഴ തീവ്രമായതിനെ തുടർന്ന് ജില്ലയിലെ വിവിധ ഡാമുകളിലെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തി. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് തൃശൂർ വടക്കാഞ്ചേരിയിൽ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കുമ്പളങ്ങാട് റോഡിലെ ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള 4 വീടുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരിയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാടം പൂർണ്ണമായും മുങ്ങി. വടക്കാഞ്ചേരി ടൗണിനോട് ചേർന്നുള്ള ചാലിപ്പാടം, ഡിവൈൻ ആശുപത്രി, സ്കൂൾ ഗ്രൗണ്ട്, മാരാത്തുകുന്ന്, പുല്ലാനിക്കാട്, കുമരനെല്ലൂർ മംഗലം, കല്ലംകൊണ്ട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളം കയറി. സ്ഥലത്ത് റവന്യൂ വകുപ്പ് അധികൃതർ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തൃശൂർ ജില്ലയിലെ പീച്ചി, വാഴാനി, പെരിങ്ങൽകൊത്ത്, പൂമല, അസുരൻകുണ്ട്, പത്താഴക്കുണ്ട് ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. പീച്ചി ഡാമിന്റെ 4 സെപ്പിൽവേ ഷട്ടറുകൾ 145 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുള്ളതാണ്. മഴ തീവ്രമായതിനെ തുടർന്ന് ഘട്ടം ഘട്ടമായാണ് ഷട്ടറുകൾ ഉയർത്തിയത്. പൂമല ഡാമിന്റെ 4 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവും വാഴാനി ഡാമിന്റെ 4 ഷട്ടറുകൾ 70 സെന്റിമീറ്റർ വീതവുമാണ് തുറന്നിട്ടുള്ളത്. പെരിങ്ങൽകൊത്ത് ഡാമിന്റെ 7 ഷട്ടറുകളും ഒരു സ്ലൂസ് ഗേറ്റും തുറന്നിട്ടുണ്ട്. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും എല്ലാവരും ക്യാമ്പിലേക്ക് മാറണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ മണലിപ്പുഴയോട് ചേർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി തുടങ്ങി. നടത്തറ, പുത്തൂർ പഞ്ചായത്തുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുമുള്ള വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങി. പീച്ചിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 232 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കനത്ത മഴയിൽ ഷൊർണൂരിൽ വീട് തകർന്നു. ഷൊർണൂർ മഞ്ഞക്കാട് സ്വദേശി രാജേഷ് പോളിന്റെ വീടാണ് തകർന്നത്. വീടിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു വീണു. അപകട സമയത്ത് വീട്ടിലാരും ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവാക്കാനായി. പ്രധാന വാർത്തകൾ വീണ്ടും. ആർത്തുപെയ്ത് കാലവർഷം. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ഭാരതപ്പുഴയിൽ കുത്തൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പട്ടാമ്പി പാലം താൽക്കാലികമായി അടച്ചു. തിമിർത്തു പെയ്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. വെള്ളം കയറിയ പ്രദേശങ്ങളിലെ താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തെ വിവിധ വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയിൽ ഷൊർണൂർ കൊച്ചി പഴയ പാലത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. വടക്കാഞ്ചേരി അകമലയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. നിലമ്പതി പാലം മുങ്ങിയതിനെ തുടർന്ന് മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളെ നിരോധിച്ചു. ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിൽ മോഷണം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പ്രധാന ഫയലുകൾ മോഷണം പോയതായി പരാതി. മോഷണ വിവരം അറിയുന്നത് ചൊവ്വാഴ്ച രാവിലെയോടെ. ഓഫീസിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെ അവഗണിച്ച് ഫയലുകൾ മോഷ്ടിച്ചത് സംശയാസ്പദം. ഷൊർണൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പുരോഗതിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി OR കേളു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ പദ്ധതികൾ ഭൂരിഭാഗവും വ്യക്തിഗതമാണെന്നും അവ കൃത്യസമയത്ത് ആവശ്യക്കാരിൽ എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് നടന്നു. കനത്ത മഴയിൽ പോളിംഗ് കുറഞ്ഞു. വോട്ടെടുപ്പ് നടന്നത് മങ്കര പോലീസിന്റെ കനത്ത സുരക്ഷയിൽ. വോട്ടെണ്ണൽ ബുധനാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.